അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്ന് രണ്ട് റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാർ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ? പത്രങ്ങളിൽ മുഴുവൻ വെണ്ടക്കയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടെറിയുന്ന എന്തിന്? സാറ് വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരികയൊന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവൻ വല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തൻ നോവൽ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച 3 ജയിലിനകത്തിരുന്നു എഴുതാലോ. താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാർ കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ? വണ്ടി നിർത്തളൂ. സർ, മഞ്ചാടി വാരികയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ട്. ഓഹോ, വരാൻ പറയൂ. യെസ് സർ. ഭരണകക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നുമല്ലടോ ഞാൻ പത്രം നടത്തണേ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ലോക്കപ്പിലൊന്നും അല്ലടോ. സാർ ഇരിക്കണം. ഞാൻ മഞ്ചാടിയുടെ ഒരു സ്ഥിരം വായനക്കാരനാ. ആണോ? ഞാൻ മാമച്ച മുതലാളി. ഇതെന്താണ് സാർ സംഭവിച്ചത്? സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ? ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കാം. എന്തിനെ? ഇൻട്രോഗേഷൻ. എന്താ പറഞ്ഞേ? ചോദ്യം ചെയ്യൽ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടൂ. സാറിന് കാപ്പിയോ ചായയോ അത് തണുത്ത വല്ലതും? സദ്യ ഉണ്ണാൻ ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്റെ മഞ്ചാടി 3 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 6 ലക്ഷമാക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നും അല്ല. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹസീൽദാരുടെ നാവിൻതുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി. പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും. കോട്ടപ്പുറം സാറും തഹസീൽദാരും തമ്മിൽ നേരത്തെ ഒരു വടംവലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാവാനും മതി. എന്തായാലും സാർ ഈ തഹസീൽദാരെ ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ശ്രമിക്കുന്നതാ ബുദ്ധി. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസിൽദാർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഉടൻ വരുന്നു. സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച 3 കഴിഞ്ഞു. ഞാൻ മാപ്പ് പറയാം, കാല് പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ. ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത്. മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം. 6 ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ. അതിൽ കൂടുതൽ സർക്കുലേഷനുള്ള ചവറുകൾ വേറെയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം നിങ്ങൾ റേപ്പ് ചെയ്തോ? Get out. I said get out. ഇവളെ ഒരു തവണയല്ല പല തവണ റേപ്പ് ചെയ്യണം. ഒരു 10-50 കൊടുക്കാന്ന് പറ. എന്തിന് റേപ്പ് ചെയ്യാനാ? അതിനല്ല കേസി നൂരാൻ. എടോ, അക്കാര്യത്തിലേക്ക് കടക്കാൻ അവൾ അതിന് നിന്ന് തരണ്ടേ? പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കും. വേണ്ട. വേണം. വേണ? വേണം. സാറേ, പവർ കട്ട് സമയത്ത് വരാം. എപ്പോ വന്നു? കുറച്ചു നേരായി. എന്തായി സാർ കാര്യങ്ങൾ? വിചാരിച്ച പോലെ തന്നെ. പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വെരി ഗുഡ്. അത് കഴിഞ്ഞ് അവരും സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങുന്നത്. അഡ്വക്കേറ്റ് സുകുമാരൻ നായരാ വക്കാലത്തെടുത്തിരിക്കുന്നത്. പ്രിയയോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, വേണോ? നമുക്കിത് കോംപ്രമൈസ് ആക്കുന്നതല്ലേ നല്ലത്? നോ സർ. ദിസ് ഇസ് നോട്ട് എ സില്ലി കേസ് പ്രിയ. പ്രത്യേകിച്ചും പ്രതികളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി കണക്കിലെടുക്കുമ്പോൾ. പത്രങ്ങൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാവല്ലോ. അവരെ മാത്രമല്ല, പ്രിയയും ബാധിക്കും അത്. എന്നെ പറ്റി എന്തെഴുതിയാലും പറഞ്ഞാലും എനിക്കിപ്പോ അതൊരു പ്രശ്നമല്ല. ഐ എം ഓൾറെഡി പ്രിപ്പയർഡ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. ഓക്കെ, ലീവ് ഇറ്റ്. പ്രതികൾ പ്രിയയുടെ വീട്ടിൽ വന്നതും ദേഹത്ത് തൊട്ടതുമൊക്കെ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. പ്രിയയുടെ മൊഴി മാത്രം മതി അതിന്. അങ്ങനെ വന്നാൽ 511 റേപ്പ് അറ്റംപ്റ്റ്, 7 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റാ. ഈ കേസിൽ പരിഗണിക്കില്ലെങ്കിലും ചെറിയൊരു വീഴ്ച നമ്മുടെ ഭാഗത്തുമില്ലേ? ഐ മീൻ, പ്രിയ ക്ഷണിച്ചിട്ടാണ് അവർ പ്രിയയുടെ വീട്ടിൽ വന്നത്. സോ വാട്ട്? അതല്ല, എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് എന്റെ അഡ്വക്കേറ്റ് അല്ല. പ്രിയ എന്നെ വെറും ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണോ കാണുന്നത്? ഈ കേസിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം.
അവറ്റകൾ എന്നെ എന്തുമാത്രം ഹരാസ് ചെയ്തെന്ന് സാറിനറിയില്ല. ഇനിയൊരു തോൽവി എനിക്ക് വയ്യ. സാർ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കൂടെ നിൽക്കില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് മതി. ദാ കാപ്പി കുടിക്ക്. വേണ്ട സർ. ആ, എന്റെ സസ്പെൻഷൻ കഴിഞ്ഞു. നാളെ വീണ്ടും ജോയിൻ ചെയ്യും. ഗുഡ്. ഞാൻ വിളിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ഒന്നുമില്ല. ബെയിൽ പെറ്റീഷന്റെ ആർഗ്യുമെന്റ് കഴിയട്ടെ. ഓക്കെ സർ, വരട്ടെ. ശരി. ഇത് എന്തത്ര ജനത്തിരക്ക് വക്കീലേ? തഹസിൽദാർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവൂ. കർത്താവേ, കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ? ഏയ്, പോലീസുകാരുണ്ടാവല്ലോ കൂടെ. ഉവ്വല്ലേ, എന്നാ ഇറങ്ങ്. The accused 1 and 2 are released on bail. They are to report before the police on every Sunday until further orders. എന്തിന് എന്തിനാണെന്ന് പറയേ. എത്രയും പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുന്ന ഏതെങ്കിലും ഒരു മദ്യം നോക്കിക്കോ, എടുത്താണോ? ഇതാ പൈങ്കിളി നോവലിസ്റ്റ് അല്ലേ? ഓ, നമ്മുടെ തഹസിൽദാരെ റേപ്പ് ചെയ്ത. എത്രയായി? 200. ഇനി നേരെ താലൂക്ക് ഓഫീസിലേക്ക്. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം. ആരെ? വണ്ടി വിടടാ, വിടാൻ. പൊന്നപ്പ, വണ്ടി വേഗം ടിവിയിലേക്ക് വിട്ടോ. ഞാനാ പറയുന്നത്, വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ. ഇനി സാഗറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കള്ളക്കേസിൽ അഴിയെണ്ണുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത്. സാഗറെ, താനൊന്ന് അടങ്ങ്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം, പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല. എന്റെ സ്ഥിതി അതല്ല. തന്റെ നോവൽ അച്ചടിച്ചു വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല. താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ? എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത്. താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം താൻ വലിയൊരു കലാകാരനാ. ജാമ്യത്തിലിറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു. അതാ സാഗര യഥാർത്ഥ സ്നേഹം. അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാൻ നിൽക്കും, തന്റെ കൂടെ നിൽക്കും. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അതെന്തിന്? ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുക. നന്നായിട്ടൊന്ന് റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്കിപ്പില്ല. അത് ഇയാള് പറയരുത്. അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാനൊരു സിംഹമായി മാറിയിരിക്കുക.